എന്തിന്? തനിക്ക് പറഞ്ഞുകൂടായിരുന്നു ഫ്രണ്ട് ആണെന്ന്? ശരിക്കും അപ്പൊ അങ്ങനെ പറയാൻ തോന്നില്ല. അതും പറഞ്ഞ് ഞാനും സൂസനും കൂടി ചിരിച്ചു കഴിഞ്ഞില്ലേ? ഇന്ന് സൂസനെ കണ്ടിട്ട് കേസിന്റെ കാര്യം എന്താ പറഞ്ഞെന്നൊന്ന് പറയാവോ? ആ പറയാം. അതിനു മുമ്പ് ബീച്ചിൽ വെച്ച് വേറൊരു സംഭവം ഉണ്ടായി. ബീച്ചും ഞാനും സൂസനും കൂടി കടൽ തീരത്തോടി നടക്കുമ്പോഴേ അവിടെ കപ്പലണ്ടി വെക്കുന്ന ചേട്ടനില്ലേ, ഞങ്ങളോട് ചോദിക്കുക മക്കളൊന്നും ആയില്ലേന്ന്. ഞാൻ പിന്നെ അങ്ങ് വല്ലാണ്ടായി പോയി. പിന്നെ സൂസൻ പറഞ്ഞു ഇപ്പൊ ഞങ്ങള് കുഞ്ഞുങ്ങളെ കുറിച്ചൊന്നും ആലോചിക്കുന്നില്ലാന്ന്. പിന്നെ പിന്നീട് ഞങ്ങളത് പറഞ്ഞ് നിർത്തിക്കേ. കേസിന്റെ കാര്യം സൂസൻ എന്ത് പറഞ്ഞു പറ. പറയുന്ന പോലെ ഞാൻ സൂസനെ കാണാൻ പോയത് കേസിന്റെ കാര്യത്തിലായിരുന്നല്ലോ. അല്ലേ? പാർക്കിലും ബീച്ചിലും ഒക്കെ പോയപ്പോ താൻ പോയ കാര്യം മറന്നോ? മറന്നു. മറന്നിട്ടൊന്നുമില്ല. കേസിനെ കുറിച്ചേ സൂസനോട് ഞാൻ ഇതിനിടയ്ക്ക് ഇങ്ങനെ കുറച്ചു നേരം നിന്ന് സംസാരിച്ചായിരുന്നു. ഫോസ്ഫറസ് വച്ചിരുന്ന ആ ടിന്ന് അവിടെ ആരാ കൊണ്ടുവച്ചതെന്ന് അറിയണം. ഫിംഗർ പ്രിന്റ്സ് ഒക്കെ അതിൽ നിന്ന് കിട്ടി. ആരാ കൊണ്ടുവച്ചതെന്ന് കൺഫേം ചെയ്യണമെങ്കിൽ സംശയമുള്ളവരൊരു ലിസ്റ്റ് തയ്യാറാക്കണം. എന്നിട്ട് ആ ലിസ്റ്റുള്ളവരെ വിരലടയാള പരിശോധനയ്ക്ക് വിധേയരാക്കണം. നമുക്ക് സംശയമുള്ള കുറച്ചു പേരുണ്ടല്ലോ, അവരിൽ ആരെങ്കിലും ആണെങ്കിൽ അവരുടെ വിരലടയാളം മാച്ചാവുകയാണെങ്കിൽ സംഗതി എളുപ്പം. പക്ഷെ ഇതിനൊക്കെ കുറച്ച് സമയമെടുക്കും. കോടതിയിൽ ഇക്കാര്യം പറഞ്ഞ് നമുക്കൊരു സ്പെഷ്യൽ ഹർജി കൊടുക്കാം. സൂസൻ വേറൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞു. പക്ഷെ അത് കേട്ട് ടെൻഷൻ ആവരുത്. ഞാൻ തന്നോട് പറയണ്ടെന്ന് കരുതിയതാ. അത് തനിക്ക് വിഷമാവും. എന്താ സൂസൻ പറഞ്ഞത്? അത് വേറൊന്നുമല്ല. പരസ്പരം സ്നേഹിച്ച് ഇങ്ങോട്ടേക്ക് ഒളിച്ചോടി പോവാന്നാ സൂസൻ പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും ഒളിച്ചോടി പോകുന്നതിന് ഞാൻ എന്തിനാ വിഷമിക്കുന്നേ? എന്നാലും ഞാനെന്താനും ഇത്രയ്ക്കും ബന്ധമായ സ്ഥിതിക്ക്. എത്രയ്ക്ക് ബന്ധമായ സ്ഥിതിക്ക്? അവർക്കൊന്നും ആരെയും പറ്റിക്കാൻ അറിയില്ല. അതുകൊണ്ടാ അവരടുക്കളയിലും മറ്റു പലര് ഈ വീടിന്റെ അകത്തുമായത്. ചന്ദ്രാമ എന്റെ അമ്മയെ പോലെ തന്നെയാ. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അവരുടെ പിന്നാലെ നടക്കുന്നത്. ഒരിക്കലും ഒരു കാര്യത്തിനും ചിന്നും ചന്ദ്രാമ എന്നെ പറ്റിക്കില്ല. എനിക്കത് ഉറപ്പാ. നീ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ എല്ലാവരെയും പറ്റിച്ച് ജീവിക്കുന്നു എന്നാണോ? ഞാൻ പറഞ്ഞ സത്യങ്ങളിൽ അങ്ങനെ ഒരു അർത്ഥമുണ്ടെന്ന് ഏട്ടത്തേക്ക് തോന്നിയെങ്കിൽ ഞാനതിന് കുറ്റം പറയില്ല. പിന്നെ ഞാൻ ജോലിക്ക് പോകുന്ന കാര്യം, എന്റെ ഒരു കാര്യത്തിനും ഞാൻ ഏട്ടനെയോ ഏട്ടത്തെയോ ബുദ്ധിമുട്ടിക്കില്ല. അപ്പോ അത് പറയേണ്ട കാര്യമില്ല. കേട്ടല്ലോ അല്ലേ അനിയൻ പറയുന്നത്? അവറ്റകളുടെ കൂടെ നടന്ന് ഇവനും അവരെ പോലെയായി. ഇവരെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിനി സേറല്ല ഉടേ തമ്പുരാൻ വന്ന് പറഞ്ഞാലും ശരി. അത്രയ്ക്കും ചെവിയിൽ ഓതി കൊടുത്തിട്ടുണ്ട് അവളുമാര്. എന്തേലുമൊക്കെ കാണിക്കും. നീ എന്തിനാ ഐശ്വര്യ അങ്ങനെയൊക്കെ പറഞ്ഞത്? അവളെ നിന്റെ ഏട്ടത്തിയാ. ഏട്ടത്തിയാണെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് അനിയനോട് സംസാരിക്കേണ്ട ഭാഷയെ സംസാരിക്കണം. ഞാനും ഏട്ടനും കുഞ്ഞിലെ മുതൽ കാണുന്നല്ലേ ചന്ദ്രാമയെ. നമ്മൾ രണ്ടുപേരും വളർത്തിയതും ചന്ദ്രാമയല്ലേ. അവരെ കുറിച്ച് എന്തെങ്കിലും മോശം പറഞ്ഞാ എനിക്ക് പൊള്ളും. അതുപോലെ തന്നെ പാവാ ചിന്നു. നിവൃത്തികളുണ്ടെന്ന് കരുതി അവരുടെ തലയെ ചവിട്ടി കയറുന്നത് ശരിയല്ല ഏട്ടാ. ഏട്ടന് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയാം. നമുക്കിടയിൽ ഏട്ടത്തിയുടെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നും പറയാനില്ലല്ലോ. ഞാൻ പോട്ടെ.
ശിവദാസന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടേ? അവര് പറഞ്ഞ വാക്ക് അവർ പാലിച്ചു, പൈസ നമ്മുടെ വീട്ടിലെത്തിച്ചു. പക്ഷേ നമുക്കിതുവരെ ശിവദാസനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. വിഷത്തിന്റെ പ്ലാൻ ചീറ്റിയ സ്ഥിതിക്ക് അടുത്തെന്തായാലും നോക്കണ്ടേ? നോക്കണം. അല്ലെങ്കിലും വിഷത്തിന്റെ പ്ലാൻ ചീറ്റിയത് തന്നെയാ നല്ലത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആഹാരത്തിന്റെ കൂടെ വിഷാംശം ഉണ്ടെന്ന് കണ്ടെത്തുമ്പോൾ ഈ പറയുന്ന ഏമാന്മാര് കാലുമാറിയാൽ നമ്മൾ വീണ്ടും പെടും. അപ്പൊ ഈ കൊട്ടേഷൻ നമ്മൾ വേണ്ടെന്ന് വെക്കണോ? പൈസ വാങ്ങിയിട്ട് കൊട്ടേഷൻ എങ്ങനെ വേണ്ടെന്ന് വെക്കും? പക്ഷെ കൊലപാതകമാണെന്ന് ഒരു തരത്തിലും ആരും അറിയാൻ പാടില്ല. അതെങ്ങനെ? വിഷം കൊടുത്താ അറിയും. വേറെ വഴി നോക്കിയ ദേഹത്ത് പാടും പോറലും ഒക്കെ ഉണ്ടാവും. വേറെന്താ ഒരു വഴി? ശിവദാസനെ നമുക്ക് കൊല്ലണം. അത് നമ്മൾ ചെയ്യും. ആരും അറിയാതെ അത് നടത്തിയെടുക്കാനാ പാട്. അങ്ങനെ രഹസ്യമായി ചെയ്യാനല്ല, എല്ലാവരുടെയും മുന്നിൽ വെച്ച് നമ്മൾ അവനെ കൊല്ലും. നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യും. എല്ലാവരുടെയും മുന്നിൽ വെച്ച് പരസ്യമായി കൊന്നിട്ട് നമ്മൾ രക്ഷപ്പെടുന്നു. അതെങ്ങനെയാ? അടുത്ത ആഴ്ച ഇവിടെ കബഡി മത്സരമാണെന്നല്ലേ പറഞ്ഞത്? എന്തെങ്കിലും പറഞ്ഞ് അവനെ മത്സരത്തിന് ഇറക്കണം. കൊള്ളാം. ആ വയസ്സായ ആള് കളിക്കാനൊക്കെ ഇറങ്ങൂ. ഇറങ്ങാമെന്ന് പറഞ്ഞാൽ തന്നെ സമ്മതിക്കൂ? അത് നമ്മുടെ തലവേദനയല്ല. അതിനുള്ള സൗകര്യം നമ്മളെ ഏൽപ്പിച്ച ഏമാര് ചെയ്ത് തരും. ആ സൗകര്യം ചെയ്തെന്നാൽ ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിൽ കളിക്കിടയിൽ അവന്റെ കൈയും കാലും തല്ലിയൊടിച്ച് ശ്വാസം മുട്ടിച്ച് അവനെ കൊല്ലണം.